എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക്. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോളൊക്കെ സ്കൂളിൽ പോയതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോളേനൊക്കെ പറഞ്ഞയച്ചാൽ തിരക്കൊക്കെ കഴിഞ്ഞ് എണ്ണയൊക്കെ ഒന്ന് തേക്കാമെന്ന് വിചാരിച്ച് എണ്ണ പാരച്യൂട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ അത് നോക്കുമ്പോൾ കട്ടായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിത് അമ്മ വീട്ടിൽ നിന്ന് ആട്ടിയിട്ടൊരു കുപ്പിയിൽ തന്നതാണ്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് തലയിലൊക്കെ ഒന്ന് തേക്കുകയാണ് കേട്ടോ. ഏട്ടൻ പോയിട്ടില്ല, അപ്പോൾ ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ തുണികളൊക്കെ കഴുകാൻ സോപ്പ് പൊടിയിൽ കൊണ്ടുപോയിട്ടു. പിന്നെ ഇന്നലത്തെ ബാക്കിയാണ് കേട്ടത്. ഇന്നലെ തേങ്ങ ഇട്ടിട്ട് പട്ടയൊക്കെ അങ്ങനെ വീണ് കിടക്കണേ ഉള്ളൂ. അഴുക്കോലൊക്കെ പൊട്ടി. ഇതൊക്കെ ഇവിടെ സ്ഥിരം പതിവാണ് കേട്ടോ. തെങ്ങ് കയറുമ്പോൾ കുറേ നാശങ്ങളും ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തെങ്ങ് കയറി ഇപ്പോൾ ടാങ്കരിക്കുള്ള കണക്ഷൻ്റെ മുകളിലേക്ക് ഒരു കൊല തേങ്ങ ഇട്ടിട്ട് അതൊക്കെ പൊട്ടി. അതൊക്കെ പിന്നീട് ആദ്യം ആൾ വന്ന് നേരെയാക്കിയിട്ടാണ് ടാങ്കരിക്ക് വെള്ളം തന്നെ അടിച്ചത്. പ്രാവശ്യം പിന്നെ വലിയ ഇതിലൊരു അഴുക്കോലേ പൊട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ പച്ചപ്പട്ട ചൂല് ചീന്താൻ വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് എടുത്തു വെക്കണം. ഇന്നിപ്പോൾ അത്യാവശ്യം പണികളുണ്ട്. അതൊക്കെ ഞാൻ വൈകുന്നേരം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ പോയിട്ടില്ല. ഏട്ടനപ്പോൾ നനയ്ക്കുകയാണ്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള തെങ്ങും വാഴയും കഴുങ്കൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഏട്ടൻ വന്നിട്ട് ഭക്ഷണം കഴിച്ച്. പുട്ടും മഞ്ഞക്കറിയാണ് വെച്ചിരുന്നു കേട്ടോ. ഉള്ളി, ഉരുളൻകിഴങ്ങും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് മഞ്ഞക്കറിയും പിന്നെ ചായയാണ്. അപ്പോൾ ഏട്ടൻ്റെ ഭക്ഷണം കഴിക്കലാണ്. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് ഞാനൊന്ന് വന്നപ്പോൾ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഉണ്ട് കേട്ടോ. മൊത്തം പാത്രങ്ങൾ പരന്ന് കിടക്കുകയാണ്, ഉണ്ടാക്കിയതും കഴിച്ചതുമൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ആദ്യം ഞാൻ കറിയും ഉപ്പേരിയും ഒക്കെ ഒഴിച്ച് ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പുറത്താണ് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകുക. അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടി പുറത്ത് കൊണ്ടുപോയിട്ടു. ഒക്കെ അവിടുന്ന് കുറച്ചൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വന്ന് ബെഡ്ഷീറ്റും ഒക്കെ കഴുകി എടുത്ത് മടക്കി വൃത്തിയാക്കി വെച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ തുണിയൊക്കെ കഴുകിയിട്ട് ഇനി കുളിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുണിയൊക്കെ ഒന്ന് കഴുകാൻ പോയി. ഏട്ടനും പോയി. ആ സമയത്ത് ഏട്ടനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന ഗോതമ്പാണ് ഇരിക്കുന്നത്. അതൊന്നും കഴുകി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്തേക്ക് ഇടണം. അപ്പോൾ ഞാൻ തുണിയൊക്കെ വിരിച്ചതിന് ശേഷം ആ ബക്കറ്റൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിൻ്റെ ഗോതമ്പൊക്കെ അതിലിട്ട് കഴുകിയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ പൂച്ചയ്ക്കും പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കണ ഒരു പാത്രം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. അങ്ങനെ അല്ലറ ചില്ലറ പണികൾ കുറേ ഉണ്ട് കേട്ടോ. അവർ പോയതിൻ്റെ ശേഷം നമുക്ക് ഒരുപാട് പണികളുണ്ടാവും. 2 മണി വരെ ഏകദേശം ഓരോന്നായിട്ട് ചെയ്യാനുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ മാത്രമല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഏറ്റവും സാവധാനത്തിലാണ് ചെയ്യാറുള്ളൂ, ജോലിയൊക്കെ ചെയ്ത് തീർക്കാറുള്ളൂ. ചോറും ഉപ്പേരി മോള് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, പിന്നെ കറി മാത്രം വെച്ചാൽ മതി. അതിന് ഇടയിൽ ഞാൻ മീനൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് തുണിയും ഒക്കെ കഴുകിയിട്ട് ഗോതമ്പും ഒക്കെ കഴുകിയിട്ടിട്ടുന്ന. പിന്നെ അതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ച്. ഇത് പൂച്ച വെള്ളം കുടിക്കുന്ന പാത്രമാണ്. അതൊക്കെ ഞാനൊന്ന് കഴുകി അതിൽ പുതിയ വെള്ളമൊക്കെ നിറച്ച് അവിടെ വെച്ചു കേട്ടോ. പിന്നെ ഗോതമ്പൊക്കെ ഒന്ന് കഴുകി ഇടാമെന്ന് വിചാരിച്ചു. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പാണ്. അപ്പോൾ അതും കഴുകി ഇട്ടു. ഇനി 1 മാസം വരെ ഈ ഗോതമ്പ് ഉണ്ടാവും. പിന്നെ അരി ഇതേപോലെ പുട്ടിനും അതെ ഞങ്ങൾ കഴുകിയിട്ട് പൊടിപ്പിക്കുക ചെയ്യും. അപ്പോൾ അതേ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഏട്ടൻ പോയ ഗേറ്റ് ഇതുവരെ അടച്ചിട്ടിട്ടില്ല. പൂച്ചക്കുട്ടിയുടെ ഒരു കാലിന് ആരോ എറിഞ്ഞിട്ടോ എന്തോ അതിനൊരു മുറി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്തേക്ക് ഞാൻ ചെന്നപ്പോഴേക്ക് മൂടുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഗേറ്റൊക്കെ അടച്ച് അവർ പുറത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഗേറ്റൊക്കെ അടച്ചപ്പോൾ ഗോതമ്പും വെയിലത്തിട്ടു. ഗോതമ്പൊക്കെ ഒന്ന് കഴുകി വെയിലത്തിട്ടതിൻ്റെ ശേഷമാണ് പിന്നെ കുളിയും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്ത്. ഇപ്പോൾ അധികം വെയിൽ ഇവിടെ വരുന്നില്ല കേട്ടോ. മുകളിൽ ഷീറ്റിട്ട കാരണം അതിൻ്റെ നിഴലാണ് മുറ്റം നിറച്ചും. അപ്പോൾ
ഞാൻ കഴുകിയിട്ട സ്ഥലത്തൊന്നുമല്ല. പിന്നെ വന്ന് നോക്കിയപ്പോൾ വെയിൽ വേറെ സ്ഥലത്ത്. അപ്പോൾ ഗോതമ്പ് ഇട്ടാലും പണിയാണ്, ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ പൂച്ചയെ വല്ലതും വന്ന് നക്കുമെന്നും ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. പിന്നെ ആ കവറ് ഞാൻ അതേപോലെ തന്നെ എടുത്തു വെച്ചു. ഈ വലിയ കവറിലാണല്ലോ കൊള്ളുള്ളൂ, ഇനി പൊടിക്കാനും പോവാൻ. അപ്പോൾ ഈ കവറിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുളി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ഗോതമ്പ് എവിടെയോ കിടക്കണു, വെയിലെവിടെയോ ആണ്. അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടുപോയി വെയിലത്തേക്ക് വെച്ച് പിന്നെ അകത്തൊക്കെ വന്ന് മീനൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് പോയിരുന്നു. പിന്നെ ഇനി മീൻ കറി വെക്കണം, മീൻ വറക്കും വേണം. പിന്നെ ഉപ്പേരി ഉച്ചത്തുണ്ട്, പുളി ഞാൻ വെള്ളത്തിലിട്ട് പോയിരുന്നു. അപ്പോൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിൽക്കണ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് 2 ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. അങ്ങനെ ഒരു കാണാത്ത പണികൾ ഒരുപാടുണ്ടാവും, അതൊക്കെ ഒന്ന് ചെയ്യുക. രാവിലെ കൊണ്ടുവന്ന പാലാണ്, അപ്പോൾ അത് തിളപ്പിച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. പിന്നെ ഉച്ചരിയുമ്പോഴേ അതിന് ചായക്ക് എടുക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാട മാറ്റിയിട്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നേരം 11:30 മണിയായി. അപ്പോഴേക്ക് നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു. പിന്നെ പഴമൊക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് 2 പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഇനി അടുത്ത അംഗം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴമൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മീൻ വറുക്കില്ലേ വേണ്ടു, അതും കറിയും ഉണ്ടാക്കുകയാണ്. അപ്പോൾ കറിയുടെ വീഡിയോ ഒന്നും ഞാനിതിൽ ഇടുന്നില്ല. പിന്നെ ചെറിയ വെളുത്തുള്ളിയാണ്, അതൊക്കെ പൊളിച്ചെടുക്കുക എന്നുള്ളത് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ നിന്ന് പൊളിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ മീനൊക്കെ നോക്കുന്നുണ്ട്, ഒരു സൈഡിൽ കറി ആക്കുന്നുണ്ട്. പക്ഷെ കറിയുടെ റെസിപ്പി ഞാൻ ഇടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടിക്കാനും തുടയ്ക്കാനും ഒക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ മീനൊക്കെ ആക്കിയപ്പോൾ ചെയ്തു. പിന്നെ കറി ആയപ്പോൾ അതാത് പാത്രങ്ങളൊക്കെ ഞാനിങ്ങനെ പുറത്ത് കൊടുന്നിട്ടിട്ട് കഴുകുകയാണ് കേട്ടോ. പൂച്ച അതേ കാവിൽ നിൽക്കുന്നുണ്ട്. ഗ്രില്ലിങ്ങോട്ട് തുറന്നാൽ മതി, ആത്തിക്ക് ഓടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് പൂച്ച നിൽക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ ഗ്രില്ല് അടച്ചേ ഇരിക്കണം. പിന്നെ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞ് നേരം 1:30 മണിയൊക്കെ ആയി. ആ നേരത്തെ ഞാൻ ചോറ് കഴിക്കുകയാണ്. ചോറും മീൻ വറുത്തതും മോൾക്കുണ്ടാക്കിയ പയറുപ്പേരിയും മീൻ കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോൻ്റെ ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതും കാണാൻ മറക്കരുത്. ഷോർട്ട് ഒന്ന് കണ്ടു നോക്കണേ.